എല്ലാവർക്കും FRD ബയോമെക്കിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. ഇതൊരു കേരള ചിക്കൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഫിക്സഡ് പ്ലാന്റാണ് ചെയ്യാൻ പോകുന്നത്. തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണെന്ന്. നമ്മൾ സാധാരണ പോർട്ടബിളിൻ്റെ വീഡിയോസാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫിക്സഡ് പ്ലാന്റിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു ഫിക്സഡ് പ്ലാന്റിൻ്റെ ഒരു തേർഡ് മോഡൽ എന്ന് പറയാവുന്ന ഒരു മോഡലാണ്. ഏകദേശം ഒരു 35 കിലോ ഒക്കെ വേസ്റ്റ് നമുക്ക് ഡെയിലി ഇടാവുന്ന ഒരു മോഡൽ തന്നെയാണത്. അവർ ഓൾറെഡി ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നാണ് അവർ ഗ്യാസ് ഉപയോഗിക്കുന്നത്. LPG അവരോട് ഡിസ്കണക്ട് ചെയ്തു. ഇവർക്ക് ഫീഡ് ചെയ്യുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് ചിക്കൻ വേസ്റ്റാണ്. കോഴിയുടെ വേസ്റ്റാണ് ഇവിടെ കൂടുതലും ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സീറോ വേസ്റ്റ് എന്നുള്ള രീതിയിലാണ് ആ ചിക്കൻ സെൻറ്റർ നിലനിർത്തി പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മനോഹരൻ എന്നാണ്. സ്ഥലം രാപ്പാളാണ്, പുതുക്കാട് അടുത്താണ് സ്ഥലം. ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു. ബയോഗ്യാസ് പ്ലാന്റിനെ പറ്റി കുറേ പേര് കോമൻസിൽ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. അതിലും ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതും കൂടി ഒന്ന് കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോയിലേക്ക് കിടക്കാം. സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ സാധാരണ പോർട്ടബിൾ ചെയ്യുന്നത് പോലെ ലെവലിങ്ങോ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് അല്ല. ഇവിടെ തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് JCB വെച്ചിട്ട് കുഴിയെടുക്കലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഫുള്ളി കോൺക്രീറ്റ് മോഡലാണ്. ഫെറോസിമെൻറ്റിലും ബ്രിക്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫെറോസിമെൻറ്റിലാണ്, തേർഡ് മോഡലായതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ട ഒരു കുഴിയെടുക്കലാണ് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും കാണാം. കുഴി ഏകദേശം നമുക്കൊരു 13 അടി റൗണ്ടും ഒരു 4 അടി ഡെപ്തുമാണ് വേണ്ടത്. കുഴിയെടുത്തതിന് ശേഷം നമ്മൾ കുഴിയുടെ ഉള്ളിൽ കുറച്ച് മാനുവൽ ലെവലിംഗ് ചെയ്യേണ്ടതുണ്ട്. JCBയോട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിയിലൊരു ഫണൽ ഷേപ്പ് ഉണ്ടാക്കും. എന്നിട്ട് അത് കോൺക്രീറ്റ് ചെയ്യലാണ് ചെയ്യുന്നത്. ലെവലിങ്ങും അടിഭാഗം ചട്ടിക്കുഴി വാർക്കൽ എന്നാണ് അതിനെ പറയുന്നത് മലയാളത്തിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് മെഷ് പ്രിപ്പയർ ചെയ്യുകയാണ്. ഒരു കോഴിമുട്ടയുടെ ഷേപ്പിലാണ് നമ്മൾ മെഷ് പ്രിപ്പയർ ചെയ്യുന്നത്. മെഷ് കോഴിനെറ്റ് എന്നൊക്കെ പറയും, ചിക്കൻ നെറ്റ് എന്നാണ് അതിനെ പറയുന്നത്. അതിലാണ് നമ്മൾ മെഷ് പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ പുറം ഭാഗം തേച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പോർട്ടബിൾ പ്ലാന്റിനെ അപേക്ഷിച്ചിട്ട് പ്രഷർ നമുക്ക് LPGയുടെ ഡബിൾ നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ LPG കണക്ഷൻ സാധാരണ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാനും പറ്റും. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 6 മണിക്കൂർ ഒക്കെ നമുക്ക് ഡബിൾ ബർണർ കത്തിക്കാനുള്ള ഗ്യാസും ഇതിൽ നിന്ന് കിട്ടും. ഡബിൾ ബർണർ കത്തിക്കുന്നതിൻ്റെ വീഡിയോയും ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ മോഡലിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ലറി അതേപോലെ തന്നെ വേസ്റ്റ്, അതാണ് ഇതിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരത്തേക്ക് കണക്ഷൻ എടുക്കാനും ഇതിൽ നിന്ന് നമുക്ക് സാധ്യമാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് ഫുള്ള് ഭൂമിയുടെ അടിയിലാണ് നമ്മൾ പണിയുന്നത്. ഇതിൻ്റെ ഗ്യാസ് ഡൂമ് മാത്രമാണ് പുറത്തായിട്ട് നിൽക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് കവർ ചെയ്ത് കളയാം. അതായത് ആ സ്ഥലം നമ്മൾ മെനക്കെടും എന്നുള്ളൊരു പേടി വേണ്ട. ഇത് പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഇത് ഫിക്സഡ് ടൈപ്പാണ്. അപ്പം നമ്മൾ സാധാരണ പോർട്ടബിൾ ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് നമുക്കത് പോർട്ടബിൾ അല്ല, മൂവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഫിക്സഡിൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലറി പമ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയും ഒരു ഗുണം ഫിക്സഡിലുണ്ട്. പോർട്ടബിൾ പിന്നെ നമ്മൾ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യണം. ഇത് പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട. സ്ലറി ടാങ്ക് അടക്കമാണ് നമ്മൾ പണിത് കൊടുക്കുന്നത്. ആ സ്ലറി ടാങ്കിലേക്ക് സ്ലറി വരും. അതിൻ്റെ ഓവർഫ്ലോ വേറെ ടാങ്കിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സ്ലറി നമുക്ക് പമ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ പല പല മോഡലുകളും വരുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ് 15 കിലോൻ്റെ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള മോഡലാണ്. അതേപോലെ തന്നെ നമ്മൾ 1, 2, 3, 4, 5 ടണ്ണ് 10 ടൺ വരെയുള്ള പ്ലാനുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബർണറിലേക്ക് കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് നമ്മുടെ യൂട്യൂബിൽ വേറെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബൂസ്റ്ററൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ദോശ തവ അതേപോലെ തന്നെ ചൈനീസ് ബർണറൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോസ്. ഈ പ്ലാന്റിൻ്റെ ഫുൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൗഡങ് ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശരിക്കും 1 യൂണിറ്റ് കൗഡങ്ങാണ് ഇതിനകത്ത് വേണ്ടത്. അത് നമ്മൾ ഡയറക്റ്റ് ഇട്ടിട്ട് വെള്ളം കൂടി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്
അത് കഴിഞ്ഞാൽ ഒരു 4-ാമത്തെ 5-ാമത്തെ ദിവസം മുതൽ നമുക്ക് ഗ്യാസ് ഉപയോഗിച്ച് തുടങ്ങാം. 10-ാമത്തെ ദിവസം മുതൽ നമുക്ക് വേസ്റ്റ് ഇട്ട് തുടങ്ങാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ബയോഗ്യാസ് സംബന്ധമായുള്ള എന്ത് കാര്യത്തിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വേറെ മാനുഫാക്ചർ വെച്ച പ്ലാന്റ് ആണെങ്കിലും പ്രോബ്ലം ഇല്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ഗുഡ് ബൈ.